ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. വീഡിയോ പുതിയതാണെങ്കിലും പഴയ സാധനമാണ് ഈ ഇടാൻ പോകുന്നത്. ഇത് ഇടുമ്പം പുളിയാണ്. ചില്ലു കുപ്പികൾക്കകത്താണ് നമ്മളിത് ഇട്ട് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ ഒത്തിരി നാള് ഈ ഒരു അച്ചാറ് കേടാകാതിരിക്കും. സാധാരണ രീതിയിൽ ഉണ്ടാക്കിയാൽ ഇത് വളരെ പെട്ടെന്ന് കേടായി പോകും. എന്നാൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ ഒത്തിരി നാള് നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു അച്ചാറാണിത്. ഈ ഇടുമ്പം പുളി കൊണ്ട് പണ്ടൊക്കെ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം നമ്മൾ ഇത് പറിച്ചിങ് എടുത്തോണ്ട് വന്ന് അപ്പൊ തന്നെ അരിഞ്ഞ് നമ്മൾ വെള്ളത്തിലിട്ട് കഴുകി അരിച്ചിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി എന്തെങ്കിലുമൊക്കെ ഇട്ട് നമ്മളൊരു അച്ചാർ, അന്നത്തെ കാലത്തെ അതാണ്. ഈ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ ഉണക്കക്കപ്പ വേവിച്ചതിനത് ഭയങ്കര രുചിയാട്ടോ. ഇരുമ്പുളി അച്ചാർ കൂട്ടി ഉണക്കച്ചീനി വെള്ളുകപ്പ ഉണങ്ങിയ തിന്നാൻ ഭയങ്കര രുചിയാണ്. ഞങ്ങളൊക്കെ തിന്നുമായിരുന്നു അങ്ങനെ. ഇത് വരണിക്കകത്തൊക്കെ ഇട്ട് വെച്ചാൽ 2 ദിവസം പിന്നെ ഇല്ല, കോരി 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 അങ്ങനെ പെട്ടെന്ന് കേടാവുകയും ചെയ്യും. അപ്പൊ ഇപ്പോഴങ്ങനല്ല. ഇപ്പൊ കേടാവാതെ പെട്ടെന്ന് കേടാവാതെ രീതിയിൽ നമ്മളൊരു ഇടുമ്പുളി അച്ചാറാണ് ഇടാൻ പോകുന്നത്. അതെങ്ങനെയാ നമുക്ക് ഇടുമ്പുളി എന്നും പറയും, ചീമപ്പുളി എന്നും പറയും, പല പേരുകൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ അമ്മയുടെ അവിടെയൊക്കെയാണ് ചീമപ്പുളി എന്ന് പറയുന്നത് അല്ലെ. തെക്കോട്ടൊക്കെ ചീമപ്പുളി എന്ന് പറയും. ഇവിടെ ചിലുമ്പിക്കാന്ന് പറയും, ഇലുമ്പം പുളി എന്ന് പറയും അല്ലെ, ഇരുമ്പം പുളി എന്ന് പറയും. കാരണം ഇത് കഴിക്കുമ്പോൾ ഒരു ഇരുമ്പിന്റെ പോലത്തെ ഒക്കെ ഒരു ഫ്ലേവർ ആണ്. നമ്മൾ പച്ചക്ക് ഇത് തിന്നാൽ ചിലപ്പോ ഉപ്പൊക്കെ കൂട്ടി നമ്മൾ കഴിക്കുമായിരുന്നു പണ്ട്, പക്ഷെ നാക്ക് പൊട്ടും അല്ലെ. അങ്ങനെയുണ്ട്. പിന്നെ ഇതുകൊണ്ട് പല സാധനങ്ങൾ ഉണ്ടാക്കാം അല്ലേ. മീൻകറി ഉണ്ടാക്കാം, നല്ല അത് ഭയങ്കര ടേസ്റ്റ്. കൊഴുവായിക്കകത്തിടാൻ കൊള്ളാം, ചെമ്മീനും ഇതും കൂടെ വെക്കാൻ കൊള്ളാം. പല മീനിനകത്തും ഈ ഇടുമ്പുളി ഇട്ട് കറി വെച്ചാൽ നല്ല രുചിയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ കറി വെച്ച് ഇപ്പോഴും ഇരിക്കുന്നത് വഴുതനങ്ങ ഇട്ട് ഇടുമ്പുളിയും കൂടെ കീറിയിട്ട് വഴുതനങ്ങയും ചെമ്മീനും കൂടെ ഇട്ട് ഉണക്ക ചെമ്മീൻ എന്ത് രുചിയാണ്, ഭയങ്കര രുചിയാണത്. അങ്ങനെ പല കറികൾക്ക് ഈ ഇടുമ്പുളി നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കറിക്ക് മാത്രമല്ല ഇതും കൊണ്ട് സ്ക്വാഷ് ഉണ്ടാക്കാം. ഇതും കൊണ്ട് പിന്നെ നമ്മളൊരു മധുരമുള്ള അച്ചാർ പോലത്തെ ഒരു സാധനം ഇതും കൊണ്ട് ഉണ്ടാക്കി. കറക്റ്റ് ഈന്തപ്പഴത്തിന്റെ അച്ചാർ അല്ലെ. ഈന്തപ്പഴ അച്ചാർ അല്ലെന്ന് ഒരു മനുഷ്യൻ പറയുന്നത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, ഇരിപ്പുണ്ട്. സ്ക്വാഷ് ഉണ്ടാക്കാം ഇതും കൊണ്ട്. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ, ഇതിങ്ങനെ പറമ്പിൽ അങ്ങ് ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൊല കുത്തി അങ്ങ് ഉണ്ടാകും. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ പറമ്പിലുള്ള ഇതിന്റെ അകത്താണെങ്കിലും ഇരുമ്പുളിക്കകത്താണെങ്കിലും ഉണ്ടാകുമ്പോ അങ്ങ് ഇഷ്ടം പോലെ ഉണ്ടാകും. പെട്ടെന്ന് പഴുത്തു പോകും, പഴുത്ത് താഴെ വീഴും. 2 ആഴ്ച കൊണ്ട് പഴുത്തു പോകും. പഴുത്ത പിന്നെ കൊള്ളത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി വേസ്റ്റ് ആകും. പഴുത്ത് താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ മിന്തായി അല്ലെ, പ്രാണിയായി, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ആ സമയത്താണ് നമ്മൾ ഇത് പല രീതിയിൽ ഉണ്ടാക്കുന്നതിന്റെ ഒരു രീതിയായിട്ടുള്ള അച്ചാറാണ് ഇന്ന് കാണിക്കുന്നത്. അച്ചാർ അടിപൊളി ടേസ്റ്റ് ആണ് അല്ലെ. അപ്പൊ അച്ചാറിന് വേണ്ടിട്ട് നമ്മളിത് ഇരുമ്പുളി അമ്മ പറിച്ചു. എന്നിട്ട് ഇത് എന്താ ചെയ്ത് അരിഞ്ഞു അല്ലെ. ഞാൻ നടുവേ 4ആയിട്ടൊക്കെ കീറിയിട്ട് ഞാൻ ഉപ്പും വെള്ളവും കൊണ്ട് ഇട്ടിട്ട് ആ വെള്ളത്തിൽ ഇട്ടിരുന്നു. അതായത് ഉപ്പുവെള്ളമല്ലേ ഉദ്ദേശിച്ചത്? ഉപ്പുവെല്ലിട്ട് വെള്ളം അപ്പൊ ഇത് വാടി ആ വെള്ളത്തിൽ കിടന്ന്. അപ്പൊ ഞാൻ പിന്നെ ഇത് കഴുകി കൊട്ടയ്ക്കകത്ത് വാരി ഇതിന്റെ വെള്ളം തോർന്നു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഞാനിത് പാത്രത്തിനകത്തിട്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, ഇത് അലുമിനിയം പാത്രത്തിലും സ്റ്റീൽ പാത്രത്തിലും കറ പറ്റും. അലുമിനിയത്തിലും സ്റ്റീലിലും ഇടരുത്. ഇതുപോലെ മംഗലത്തിൽ വേണം ഇടാനൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കറ പറ്റും, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിടണം. പാത്രത്തിൽ പറ്റിയതാ. അപ്പൊ ഞാൻ ഇന്നലെ ഇത് വൈകിട്ട് ഇത് കഴുകി വാരി വെള്ളം തുറന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഉപ്പിട്ട് ഒരു സ്വല്പം ചോർക്ക ഒഴിച്ചു, വിനാഗിരി ഒഴിച്ചു വെച്ചു. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്തെ ഒരു എന്താ പറയാ, ഈ ഇരുമ്പുളിയുടെ വലിയൊരു ആ ഒരു ആസിഡ് പോലത്തെ സംഭവമില്ല, അത് കുറച്ച് പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് ആദ്യം അമ്മ ഉപ്പൊഴിച്ചു വെച്ചത് അല്ലെ. അത് കഴിഞ്ഞിട്ട് വാരിയെടുത്ത് കൊട്ടയ്ക്കകത്ത് വെച്ചതിന് ശേഷം പിന്നീട് ഇതിന്റെ അകത്ത് ഉപ്പുപൊടി ഇട്ടു, വിനാഗിരിയും കൂടി ഒഴിച്ചു. കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു. വിനാഗിരിയുടെ ആവശ്യമില്ല ശരിക്കും അല്ലെ. ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ച് ഉപ്പുപൊടിയും കൂടി ഇട്ടിട്ട് ഇന്നലെ ഇങ്ങനെ വെച്ചിരുന്നിട്ട് ഇത് ഇന്നെടുത്ത് ഇനി അച്ചാറിടാൻ പോവാ. അപ്പൊ അച്ചാറിടാനായിട്ട് ഇത് വെളുത്തുള്ളി, ഇത് മതി അമ്മ വെളുത്തുള്ളി ചതയ്ക്കും നമ്മള്. വെളുത്തുള്ളി ചതച്ച ഇതിനെടുക്കണം അല്ലേ. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ കുക്കിങ്ങിലേക്ക് മാത്രം കടന്നാൽ മതി അല്ലെ. അപ്പൊ ഇത് പെട്ടെന്ന് നമുക്ക് ഇത് എങ്ങനെയാണ് അച്ചാറാക്കണേന്ന് അറിയാം. ഒരു കാര്യം ഞാൻ പറയാലോ, ഇവിടെ ഇത് അച്ചാറിട്ട ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ, സത്യം പറയുവാണ്, നല്ല ടേസ്റ്റ് ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 1-2 പേർക്ക് കൊണ്ട് കൊടുത്തു എന്റെ ഫ്രണ്ട്സിനൊക്കെ. ഇവിടെ ഇരിപ്പുണ്ട്, കൊണ്ട് കൊടുത്തു. വളരെ രുചിയാണ്. അപ്പൊ എന്നോട് 1-2 പേര് പറഞ്ഞു ഞങ്ങൾ കുറച്ച് ഇരുമ്പുളി കൊണ്ടുതരാം, അച്ചാറിട്ട് തരാവോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ രീതിയിൽ ഇത് അച്ചാറിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോ അത് സൂപ്പർ ടേസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ബാക്കി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപേക്ഷിക്കാൻ വോട്ടൊക്കെ ചെയ്യുന്ന പോലെ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റും കൂടെ രേഖപ്പെടുത്തണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് അതാണല്ലോ കിട്ടുന്നൊരു പ്രോത്സാഹനം അല്ലെ. ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ, നിങ്ങളുടെ വിവരങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ
ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകള് വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുതെന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് കുക്ക് ചെയ്യാം അല്ലെ. അപ്പൊ ഇത് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഈ ഇരുമ്പമ്പുളി നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് നമ്മൾ എടുത്തപ്പോ ഈ ഒരു രീതിയിൽ ഒരു വാടിയ രീതിയിലാണ് ഇരിക്കുന്നത്. കണ്ടു കഴിഞ്ഞത് വേവിച്ച് വെച്ചേക്കണ പോലെയാണ് നമുക്ക് തോന്നും. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഇരുമ്പമ്പുളിയാണ് ഇനി നമ്മൾ അച്ചാറിലേക്ക് മാറ്റാൻ പോകുന്നത്. അപ്പൊ നമ്മൾ വേറൊരു പാത്രം അടുപ്പ് വെച്ചിട്ട് അതിനകത്ത് നിന്ന് കടുക് വറുക്കാനെ കൊണ്ടുള്ള സാധനമാണ് നമ്മൾ ഒഴിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വേണം നമുക്ക് കടുക് ഇടാനൊക്കെ ഉണ്ട്. ഇത് ഇത്രയും കടുക് ഇടുന്നുണ്ട്. അച്ചാറായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കടുക് ഇടുന്നത്. ഇച്ചിരി കൂടുതൽ എപ്പോഴും കടുക് ഇടണം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചതച്ചെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗുണം എല്ലായിടത്തും പറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വെളുത്തുള്ളി നമ്മളൊന്ന് ചതച്ചിട്ടത്. അപ്പൊ കുറച്ച് കറിവേപ്പിലേക്ക് ഇടാം. നമ്മൾ പുറത്ത് വെച്ചിരുന്ന പറ്റിൽമുളക്, വേറെ പച്ചമുളക് ഒന്നും ഇതിന് ചേർക്കുന്നില്ല. നമ്മൾ പറ്റിൽമുളക് മാത്രമാണ് ഇട്ട് കടുക് വറുത്തിടുന്നത്. അത് പറ്റിൽമുളക് നമുക്ക് ഇടാം. അപ്പൊ നമ്മുടെ കടുക് പൊട്ടിച്ചെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മൾ വാങ്ങി താഴെ വെച്ചിട്ട് വേണമെങ്കിൽ മുളക് പൊടി ഇടാനൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പൊ നമ്മൾ കുറച്ച് മുളക് പൊടി ഇതിനകത്ത് പിരിയമുളക് പൊടിച്ചതാണ്. ഒരു 4 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് സ്വല്പം ഉലുവാപ്പൊടി ഇതിന്റെ കൂടെ ഇടണം. വറുത്ത് പൊടിച്ചു വെച്ചാണ് ഉലുവയാണ്. അപ്പൊ നമ്മുടെ നാടൻ സാധാ ഉലുവ വറുത്തിട്ട് പൊടിച്ചല്ലേ? കടയിൽ നിന്ന് ഭയങ്കര ഉലുവാപ്പൊടി ഒന്നും അല്ല അല്ലെ? നമ്മള് കടയിൽ നിന്ന് ഉലുവാപ്പൊടി മേടിക്കാറേ ഇല്ല. സാധാ പച്ചുലുവ വാങ്ങിച്ചിട്ട് വറുത്ത് പൊടിച്ചു അല്ലെ? ഇത് പൊടിച്ചു വെച്ചിട്ട് കുറെ ആയതാ. എത്ര നാള് വേണേലും ഉലുവാപ്പൊടി ഇരിക്കും. കായം ഒരു കുഞ്ഞു സ്പൂണിന്. കായമൊക്കെ പിന്നെ കായത്തിന് ഇച്ചിരി ചുവ വേണമെങ്കിൽ ലാസ്റ്റ് വേണം ചേർക്കാം അല്ലെ? നമ്മൾ ചെറിയ ഈ സ്പൂണ് 2 സ്പൂണ് കായം ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി അടുപ്പേ വെച്ച് ഒന്നുകൂടെ ചൂടാക്കാം. ഇനി അടുപ്പിലേക്ക് വെക്കണം അല്ലെ? ഇനി വീണ്ടും നമ്മൾ ഇത് അടുപ്പേ വെച്ചിട്ട് നന്നായിട്ടൊന്നും കൂടെ മൂപ്പിച്ചെടുക്കും അല്ലെ? എണ്ണയൊന്നും ഒത്തിരി ഒന്നും വേണ്ട ഈ അച്ചാറിനല്ലേ? അപ്പൊ നമ്മൾ സ്വല്പം ചൂടുവെള്ളം ഒഴിച്ചൊന്ന് ചാലിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇത് അവിടെ ഇവിടെയൊക്കെ ഉണ്ട കെട്ടിയിരിക്കും. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കുകയേ ചെയ്യും. ഒരു കാരണവശാലും പച്ചവെള്ളം ചേർക്കണം. ഇത്രയും വെള്ളം മതി. ഇപ്പൊ നല്ല കുഴമ്പം ഭാഗമായില്ലേ? അപ്പൊ നമുക്കിനെ തീ കെടുത്തിയേക്കാം. തീ വേണ്ട. ഓക്കെ. ഇനി വീണ്ടും നമ്മുടെ കുക്കിങ് പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണേ. ഇനി നമ്മൾ ഈ പുളി ഇതിനകത്തോട്ട് ഇടുവാണ്. ആ വെള്ളമൊക്കെ ഉണ്ട് പുളിന്ന് വീണേക്കണം അല്ലേ? ഇനി ഒത്തിരി വെള്ളമില്ല, ചെറുതായിട്ട്. അതെ, പുളിയുടെ ഉപ്പും നമ്മൾ ആദ്യമേ നമ്മൾ കൊട്ടയ്ക്കകത്ത് കോരി വെച്ചിരുന്നു. വീണ്ടും ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് പിന്നെയുള്ള വെള്ളം അല്ലേ? വളരെ ചെലവ് കുറഞ്ഞിട്ടുള്ള അച്ചാറാണ് കേട്ടോ. നമ്മൾ നാരങ്ങ ഇടണമെങ്കിലും നെല്ലിക്ക ഇടണമെങ്കിലും ഒക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി. ഇത് നമുക്ക് പൈസ കൊടുക്കാൻ നമുക്ക് കിട്ടും. അപ്പൊ നോക്കി നന്നായിട്ട് നമ്മളിത് ആ മസാലയിലെല്ലാം കൂടെ കൂടി പെരട്ടി നന്നായിട്ട് എടുക്കുക കേട്ടോ. അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. വെള്ളമുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ എരിവ് ചേർക്കണമെങ്കിൽ ചേർക്കാം. കാന്താരിമുളക് ഒക്കെ വേണമെങ്കിൽ ചേർക്കണമെങ്കിൽ ചേർക്കാം അല്ലേ? കാന്താരിമുളക് ഉണ്ടെങ്കിൽ കാന്താരിമുളക് ചേർക്കാം. അപ്പൊ അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച്. അത് തന്നെ, നമുക്ക് എരിവ് അത്ര വേണ്ടാത്തതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ എരിവ് വേണമെങ്കിലും ചേർക്കാം. പക്ഷെ ഇത് ഉണ്ട്, എരിവുണ്ട് ഇതിന് അത്യാവശ്യം നന്നായിട്ട് അല്ലേ? ഉപ്പ് ഒരു ശകലം കൂടെ വേണം. കുറച്ച് ഉപ്പ് കൂടെ വേണം അല്ലേ? വീണ്ടും ഉപ്പ് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കണം അല്ലേ? ഇതിന് വിനാഗിരി ഒന്നും ഇനി ഒഴിക്കണ്ട. ഇതിന് നല്ല കായത്തിന്റെ ഉലുവയുടെ ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ള കഞ്ഞി കുടിക്കാനൊക്കെ നല്ലതാണ്. ഒരൊറ്റ പുളി അലുത്തിട്ടില്ല നമ്മുടെ. അതാണ് സാധാരണ ഇത് നമ്മൾ മറ്റു രീതിയിൽ നമ്മൾ നേരെ കൊണ്ടുവന്ന് ഈ പുളി അച്ചാറിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് ഇതെല്ലാം കൂടെ ബ്ലാ 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 എന്ന് അലുത്തൊരു പരിവാകും. പിന്നെ പൂപ്പല് പിടിക്കും അലുത്ത് കഴിയുമ്പോൾ. കാരണം ഇതിന്റെ അകത്ത് ഈ പുളിയുടെ പ്രത്യേകിച്ച് ഇതിന് ഒത്തിരി വെള്ളത്തിന്റെ കണ്ടന്റ് ഉള്ള പുളി, നിറച്ച് വെള്ളമാണ് ഇതിന്റെ അകത്ത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ പുളിനെ ട്രീറ്റ് ചെയ്ത് അച്ചാറിടുന്നത്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഷെൽ ലൈഫ് ഈ പുളിക്ക് കിട്ടും.
അപ്പൊ ദേ നമ്മുടെ പുളി അച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് തല്ലിപ്പൊത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ആവശ്യത്തിന് വെള്ളമുണ്ട്, എരിവുണ്ട്, കായത്തിന്റെ കുപ്പിയിലേക്ക് മാറ്റല്ലേ, കഴിയട്ടെ കുപ്പി മാറ്റം. ഒരൊറ്റ പുളിയും കേടാവാതെ കണ്ട് കഷ്ണം പോലെ തന്നെ കിടക്കുവാണ്. അപ്പൊ അതാണ് ഈ അച്ചാറിന്റെ ഒരു പ്രത്യേക ഗുണം. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ ഇടുമ്പുളി അച്ചാർ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ഒരു കാരണവശാലും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. ഇത് ഇരുന്ന് കഴിഞ്ഞപ്പോഴേയും കണ്ടോ നല്ല കുറുകി നല്ല ക്രീമി ടെക്സ്ചറിലേക്ക് ഈ സാധനം മാറിയിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് തണുത്തു, അല്ലെങ്കിൽ ചൂട് മുഴുവൻ പോയതിനു ശേഷം ഇനി നമുക്കിത് ചില്ലിന്റെ ഭരണികൾക്കകത്തേക്ക് നമുക്ക് ഇട്ട് വെക്കാം കേട്ടോ. ചില്ല് കുപ്പികൾക്കകത്താണ് നമ്മളിത് ഇട്ട് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ ഒത്തിരി നാള് ഈ ഒരു അച്ചാർ കേടാകാതിരിക്കും. സാധാരണ രീതിയിൽ ഉണ്ടാക്കിയാൽ ഇത് വളരെ പെട്ടെന്ന് കേടായി പോകും. എന്നാൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ ഒത്തിരി നാള് നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു അച്ചാറാണിത്.